രണ്ട് ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന പുനരുപയോഗിക്കാവുന്ന റോക്കറ്റാണ് ഫാൽക്കൺ 9. രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് സ്പേസ് എക്സ് ആണ്. ഫാൽക്കൺ 9ന് പിന്നിലെ ആശയം ആളുകളെയും പേലോഡുകളെയും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും അതിനപ്പുറത്തേക്കും കൊണ്ടുപോകുക എന്നതാണ്. ഫാൽക്കൺ 9ന് 70 മീറ്റർ ഉയരവും 3.7 മീറ്റർ വീതിയും ഏകദേശം 550 ടൺ ഭാരവുമുണ്ട്. ചൊവ്വയിലേക്ക് 4020 കിലോ പേലോഡ് വഹിക്കാൻ സാധിക്കുന്ന ഫാൽക്കൺ 9 റോക്കറ്റിന് ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 8300 കിലോ പേലോഡും ലോ എർത്ത് ഓർബിറ്റിലേക്ക് 22,800 കിലോ പേലോഡും വഹിക്കാൻ സാധിക്കും. ഗ്രേഡ് മണ്ണെണ്ണയും ദ്രാവക ഓക്സിജനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 9 മെർലിൻ എഞ്ചിനുകളിലാണ് ഫാൽക്കൺ 9 റോക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഓരോ ഫാൽക്കൺ 9 വിക്ഷേപണത്തിനും ഏകദേശം $70 മില്യൺ ചിലവുണ്ട്. ഫാൽക്കൺ 9 രണ്ട് ഘട്ടങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. വേർപിരിയൽ നേടിയ ശേഷം റോക്കറ്റിന്റെ ആദ്യഘട്ടം ഭൂമിയിലേക്ക് മടങ്ങുന്നു. ഇത് റോക്കറ്റ് വീണ്ടും ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ ഭാവി ദൗത്യങ്ങളുടെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. 2018 ബംഗ്ലാദേശിന്റെ ബംഗബന്ധു 1 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചപ്പോഴാണ് ഫാൽക്കൺ 9 ആദ്യമായി വിക്ഷേപിച്ചത്. 2020 നാസ ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ ഇതിന് അംഗീകാരം നൽകി. 1981 ബഹിരാകാശ വാഹനങ്ങളുടെ യുഗം ആരംഭിച്ചതിനു ശേഷം പതിവ് ക്രൂ ദൗത്യങ്ങൾക്കായി അംഗീകരിച്ച ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ പേടക സംവിധാനമാണ് ഫാൽക്കൺ 9 റോക്കറ്റ്. മനുഷ്യ ദൗത്യങ്ങളിൽ ഇതുവരെ 100% സുരക്ഷാ രേഖയാണ് റോക്കറ്റിനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.